വത്തിക്കാൻ്റെ വെബ്സൈറ്റിൽ നിന്നുള്ള ഒരു ഡോക്യുമെൻ്റാണ് ഞാൻ വായിക്കുന്നത്. ഓഫീസ് ഫോർ ദ ലിറ്റർജിക്കൽ സെലിബ്രേഷൻസ് ഓഫ് ദ സുപ്രീം പോണ്ടിഫ്. അതിൽ പരിശുദ്ധ കുർബാന മുട്ടുകുത്തി നാവിൽ സ്വീകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ട് വത്തിക്കാൻ തന്നെ പറയുന്നു. അതിൽ വത്തിക്കാൻ റെഫറൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് 2002 ജൂലൈ മാസം 1 അന്നത്തെ പ്രീഫെക്റ്റ് ആയിരുന്ന കർദിനാൾ ജോസഫ് റാറ്റ്സിംഗർ, അതായത് നമ്മുടെ ബെനഡിക്ട് 16 പാപ്പ ഇപ്രകാരം പറയുകയാണ്: The practice of kneeling for Holy Communion has in its favor a centuries-old tradition, and it is a particularly expressive sign of adoration, completely appropriate in light of the true, real, and substantial presence of our Lord Jesus Christ under the consecrated species. അതായത് പരിശുദ്ധ കുർബാന മുട്ടുകുത്തി നാവിൽ സ്വീകരിക്കുക എന്നുള്ളത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാരമ്പര്യമാണ്. അങ്ങനെ മുട്ടുകുത്തി കുർബാന സ്വീകരിക്കുന്നത് ഈശോയുടെ പരിശുദ്ധ കുർബാനയിലുള്ള സജീവ സാന്നിധ്യത്തിന് നൽകുന്ന പെർഫെക്റ്റ് അഡോറേഷൻ ആണെന്നാണ്. അതായത് ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഈശോയെ ആരാധിക്കാൻ പറ്റുന്നത് ഈ മുട്ടുകുത്തി നാവിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴാണ്. ഇതാരെ പറയണത്? ബെനഡിക്ട് 16 പാപ്പ, അന്നത്തെ പ്രീഫെക്റ്റ് ആയിരുന്നു കർദിനാൾ ജോസഫ് റാറ്റ്സിംഗർ. ഞാൻ 2 വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. നോക്കൂ, പരിശുദ്ധ കുർബാന എത്ര അനാദരവോടു കൂടിയാണ് കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ എങ്ങനെ ഈ ഒരു അവസ്ഥയിലെത്തി? എത്രത്തോളം വേദനയുണ്ട് പ്രിയമുള്ളവരെ പരിശുദ്ധ കുർബാന ഇങ്ങനെ കൊടുക്കുമ്പോൾ. ഇത് 2015 ഫിലിപ്പീൻസിൽ നടന്ന പാപ്പൽ മാസിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വരുന്നത്. എത്ര അനാദരവോടു കൂടിയാണ്! ഇതാണ് സാത്താന്റെ തന്ത്രം. പരിശുദ്ധ കുർബാനയോടുള്ള അനാദരവ്, പരിശുദ്ധ കുർബാനയിൽ യേശുവിന്റെ സജീവ സാന്നിധ്യത്തെ ഇല്ലാതാക്കാൻ ആദ്യം അവൻ ചെയ്യുന്നത് അതിനോടുള്ള ആദരവ് നഷ്ടമാക്കുക എന്നതാണ്. അപ്പൊ പതിയെ പതിയെ പരിശുദ്ധ കുർബാന ഇങ്ങനെ കൈകളിൽ സ്വീകരിക്കുന്നതും അനാദരവോടുകൂടി സ്വീകരിക്കുന്ന ആളുകൾക്ക് അതിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു. എന്നാൽ എപ്പോഴും ഭക്തിയോടുകൂടി ഒരുക്കത്തോടുകൂടെ മുട്ടുകുത്തിയ നാവിൽ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈശോയുടെ സ്നേഹം വർദ്ധിക്കുകയാണ്. ഇതെന്റെ അനുഭവത്തിൽ എന്ന് ഞാൻ പറയുന്നൊരു കാര്യമാണ് പ്രിയമുള്ളവർ. ഇനി രണ്ടാമത് ഞാനൊരു വീഡിയോ കാണിക്കാം, ഇവ കണ്ടു നോക്കൂ. എന്തു തോന്നുന്നു? ആദ്യം കാണിച്ചു തന്ന വീഡിയോ ആണോ, രണ്ടാമത്തെ വീഡിയോയിലാണോ ഈശോയോട് അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയോട് ആദരവ് നൽകുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്? ആ രണ്ടാമത്തെ വീഡിയോ എന്ത് മനോഹരമാണ്! മുട്ടുകുത്തി ഭക്തിയോടുകൂടെ ഈശോയെ അവർ സ്വീകരിക്കുക. പരിശുദ്ധ കുർബാന അനാദരവോടുകൂടെ കൈകളിൽ സ്വീകരിക്കുന്നതിനെ പറ്റിയിട്ട് ബഹുമാനപ്പെട്ട ഫാദർ ബോസ്കോ അച്ഛൻ പറയുന്നതെന്ന് കേട്ടു നോക്കിക്കേ. കയ്യിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന അവസ്ഥ. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് നീലിംഗ് ആൻഡ് റിസീവിംഗ് ഹോളി കമ്മ്യൂണിയൻ ഇൻ ടങ്സ്. മുട്ടുകുത്തി നാവിലാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത്. അതാണ് അതിന്റെ. എന്റെ ഉള്ളിലേക്ക് ആരാ വരുന്നത്? കൈകൊണ്ട് തൊടാൻ പറ്റുമോ എന്റെ ഈശോയെ? നാവിലൂടെ എന്റെ ഈശോയെ സ്വീകരിക്കുക, അത് മുട്ടുകുത്തി. നമ്മൾ പണ്ട് വിശുദ്ധ ബെനഡിക്ട് പിതാവ് കുർബാനയ്ക്ക് കൊടുക്കുന്ന നിങ്ങൾ കണ്ടോ? അവിടെ എല്ലാ മക്കളും മുട്ടുകുത്തി നാവില ഈശോയെ സ്വീകരിച്ചിരുന്നത്. ഞാൻ പറഞ്ഞു വരിക, സഭയുടെ
വിശ്വാസത്തിന്റെ കൗതാശികമായ ചൈതന്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട്, വിശുദ്ധ കുർബാനയുടെ ചൈതന്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇന്ന് പിശാച് നമ്മുടെ വിശ്വാസത്തിന്റെ കാര്യത്തിലും സഭയുടെ പല കാര്യങ്ങളിലും ഇത് കടന്നു